ഒരു മനുഷ്യൻ്റെ ശരീരം ഒരു തിമിംഗലം വിഴുങ്ങിയാൽ അതിനത് ജീവിക്കാൻ പറ്റുമോ? മുമ്പ് ഇത് സംഭവിച്ചിട്ടുണ്ടോ? ഫിക്ഷൻ സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിൽ ഒരു തിമിംഗലം നിങ്ങൾ വിഴുങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. നിങ്ങൾ തിമിംഗലങ്ങളെ അടുത്ത് കണ്ടിട്ടില്ലെങ്കിൽ അവ എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയാണ് നീലത്തിമിംഗലം. അതിൻ്റെ നാവിന് മാത്രം തന്നെ ഒരു ആനയുടെ ഭാരമുണ്ട്. കൂടാതെ അതിൻ്റെ വായിൽ 400ഓളം ആളുകളെ ഉൾക്കൊള്ളാനും പറ്റും. പക്ഷേ ഇവയൊന്നും നമ്മളെ അത്ര പെട്ടെന്ന് വിഴുങ്ങുമെന്ന് പേടിക്കേണ്ട. കാരണം അതിൻ്റെ ശരീരത്തിൻ്റെ ഘടന അതിനൊരു അപ്രോപ്രിയേറ്റ് അല്ല. എന്നാൽ അതിന് പകരം നമ്മൾ അതിൻ്റെ ചെറിയ വെറൈറ്റികളായ സ്പേം തിമിംഗലങ്ങളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. 1981 ഒരു സ്പേം തിമിംഗലം ഒരു മനുഷ്യനെ വിഴുങ്ങിയെന്ന് വാർത്തകൾ പരന്നിരുന്നു. അയാൾ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് ഒരിക്കലും പഴയതുപോലെ ആയിരുന്നില്ല. കഥയനുസരിച്ച് ജെയിംസ് ബാഡ്ലി എന്നയാളെ ഒരു തിമിംഗലം അവൻ്റെ കപ്പലിനെ ആക്രമിച്ചപ്പോൾ വിഴുങ്ങുകയായിരുന്നു. അടുത്ത ദിവസം ജീവനക്കാർ ആ തിമിംഗലത്തെ കണ്ടെത്തി കൊന്നതിന് ശേഷം മാത്രമാണ് അയാളെ പുറത്തെടുത്തത്. അവർ അതിനെ കപ്പലിൽ കയറ്റി മുറിച്ചപ്പോൾ ബോധരഹിതരായിരുന്നുവെങ്കിലും ജീവനയോടെയുള്ള ജെയിംസ് ബാഡ്ലിയെ കണ്ടെത്തി. തിമിംഗലത്തിൻ്റെ വയറ്റിലുള്ള ആസിഡ് കാരണം അവൻ്റെ മുഖവും കൈകളും വെളുത്തുപോയിരുന്നു. കൂടാതെ അവന് കാഴ്ചയും നഷ്ടപ്പെട്ടു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾ ഈ കഥയിൽ സംശയങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി. ജെയിംസ് ശരിക്കും ഒരു തിമിംഗലത്താൽ വിഴുങ്ങപ്പെട്ടതാണോ എന്ന് ചോദിച്ചു. വയറ്റിൽ ആസിഡ് അവൻ്റെ തൊലി വെളുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നാശം വരുത്തില്ലേ എന്നായി അവരുടെ ചോദ്യം. ശാസ്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഒരു തിമിംഗലം നിങ്ങളെ വിഴുങ്ങിയാൽ തിളക്കമുള്ള വെളുത്ത തൊലിയുമായി പുറത്തു വരുന്നത് നിങ്ങളുടെ ഏറ്റവും ചെറിയ ആശങ്കയായിരിക്കുമെന്ന് നമ്മൾ വേഗം മനസ്സിലാക്കി. ശരി, ഇനി വിഴുങ്ങപ്പെട്ടു എന്ന് തന്നെ കരുതട്ടെ. നിങ്ങൾ വിഴുങ്ങപ്പെട്ടാൽ ആദ്യം പേടിക്കേണ്ടത് സ്പേം തിമിംഗലത്തെ കൂർത്ത പല്ലുകൾ കീറിമുറിക്കപ്പെടുന്നതിനെക്കുറിച്ചാണ്. ഓരോ പല്ലിനും ഏകദേശം 20 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതായത് ഒരു സാധാരണ അടുക്കള കത്തിയുടെ അത്രയും വലിപ്പം. തിമിംഗലങ്ങൾക്ക് 40 മുതൽ 50 വരെ ഇത്തരം പല്ലുകളുണ്ട്. നിങ്ങൾ ഭാഗ്യവശാൽ അവയെല്ലാം അതിജീവിച്ചെന്ന് കരുതുക. അടുത്തതായി നിങ്ങൾ തൊണ്ടയിലൂടെ താഴത്തേക്ക് പോകാൻ തുടങ്ങും. ഇവിടെ ഇരുണ്ടതും വഴുവഴുപ്പുള്ളതുമായിരിക്കും. കൂടാതെ ഓക്സിജൻ്റെ കുറവും മീഥേൻ വാതകത്തിൻ്റെ വർധനവും കാരണം നിങ്ങൾ ശ്വാസമെടുക്കാൻ പ്രയാസപ്പെടും. അതുപോലെ തന്നെ തിമിംഗലത്തിൻ്റെ തൊണ്ടയിലെ പേശികൾ നിങ്ങളെ താഴത്തേക്ക് തള്ളിവിടാനും തുടങ്ങും. അതുപോലെ തന്നെ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് നിങ്ങളുടെ തൊലിയെ അരിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളിപ്പോൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മൾ ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കയറിയതേ ഉള്ളൂ. ജെയിംസ് ബാഡ്ലിയുടെ കഥ ഇതിനധികം തന്നെ കുറച്ച് ഫിഷിയാണെന്ന് നമുക്ക് എല്ലാവർക്കും തോന്നിയിരിക്കും. പക്ഷേ ഈ കഥ ഇവിടെ നിർത്തുന്നതിൽ എന്ത് രസമാണുള്ളത്, കണ്ടു നോക്കാം. അടുത്തതായി നിങ്ങൾ തിമിംഗലത്തിൻ്റെ 4 വയറ്റിൽ ആദ്യത്തേതും ഏറ്റവും വലുതുമായ ഒന്നിലേക്ക് വീഴും. നിങ്ങൾ ഒരു പക്ഷേ അവിടെ കുറച്ചു കാലം ഉണ്ടാകും. പക്ഷേ ഒരു നല്ല വശം നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു ബയോലൂമിനസെൻസ് സ്ക്വിഡ് അല്ലെങ്കിൽ ട്യൂബ്ലൈറ്റ് പോലെ പ്രകാശിക്കുന്ന എന്തെങ്കിലും കാണാൻ കഴിഞ്ഞേക്കും. സ്പേം തിമിംഗലങ്ങൾക്ക് നിയോൺ ഫ്ലൈയിങ് സ്ക്വിഡിനെ വളരെ ഇഷ്ടമാണ്. ഈ ചെറിയ ലൈറ്റ് ഷോ നിങ്ങൾ ആസ്വദിച്ചോളൂ. കാരണം ഇതിന് ശേഷം നിങ്ങൾ ഒരു വയറ്റിൽ നിന്ന് അടുത്തതിലേക്ക് എറിയപ്പെടും. ആസിഡുകൾ നിങ്ങളുടെ ശരീരത്തിൽ മിക്കവാറും എല്ലാ ഭാഗങ്ങളും നശിപ്പിച്ചിട്ടുണ്ടാകും. അവസാനം നിങ്ങൾ തിമിംഗലത്തിൻ്റെ മലതടത്തിലൂടെ പുറന്തള്ളപ്പെടുന്ന കുറച്ച് എല്ലുകൾ മാത്രമായി തീരും. അതുകൊണ്ട് തന്നെ ഒരു തിമിംഗലം നിങ്ങളെ പൂർണ്ണമായി വിഴുങ്ങുകയും നിങ്ങൾ ജീവിച്ചിരിക്കുകയും ചെയ്യുക എന്നത് അസാധ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സോറി ജെയിംസ്, നിങ്ങൾക്ക് 1890കളിൽ ആളുകളെ പറ്റിക്കാൻ കഴിഞ്ഞിരിക്കാം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി. എത്ര വലുതും ഭീകരമായി തോന്നുമെങ്കിലും തിമിംഗലങ്ങൾക്ക് മനുഷ്യരെ തിന്നുന്നതിന് താല്പര്യമില്ല. അവർക്ക് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അവർ തന്നെ ഇതെല്ലാം നമ്മളോട് പറയുമായിരുന്നു.